UAE ടീമിൽ വീണ്ടും ഒരു മലയാളി തിളക്കം. തിരുവനന്തപുരം സ്വദേശി കെസിയ മറിയം സബിൻ, 20 വയസ്സുകാരി. എത്രത്തോളം സന്തോഷം, തീർച്ചയായിട്ടും വലിയ സന്തോഷം ഉണ്ടാക്കും. എന്നാലും ആ ഒരു ആവേശം അത് എത്രത്തോളം ഉണ്ട്? സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല, വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്നും UAE ടീമിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു UAE ടീമിലേക്കുള്ള എൻട്രി? UAE ടീമിൽ എത്തുന്നത് നമ്മുടെ എന്റെ കുറച്ച് ബാറ്റിംഗ് വീഡിയോസ്, ഞാൻ നാട്ടിലായിരുന്നപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്റെ പപ്പ എപ്പോഴും വീഡിയോസ് എടുക്കും. അപ്പൊ ആ വീഡിയോസ് ഇവിടുത്തെ ഹെഡ് കോച്ചിന് അയച്ചു കൊടുക്കുകയും അങ്ങനെ സാർ അത് കണ്ട് സാർ എന്നോട് ഇവിടുത്തെ നാഷണൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ക്രിക്കറ്റിന്റെ ഒരു പാഷൻ അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? മെയിൻലി എന്റെ പപ്പയുടെ ഫാമിലി ഫുൾ ക്രിക്കറ്റ് ലവേഴ്സ് ആണ്. എന്റെ അങ്കിൾസും എന്റെ പപ്പ എല്ലാവരും. അപ്പം പപ്പയിൽ നിന്നും കിട്ടിയതാണ് എനിക്ക്. ക്രിക്കറ്റിനോട് ഇത്രത്തോളം പാഷനുള്ള കെസിയ തിരുവനന്തപുരത്ത് പരിശീലനം, അതിനുശേഷം ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിലായിരുന്നു പിന്നീടല്ലേ? KCA പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് പോയി. 6 ക്രിക്കറ്റ് അക്കാഡമിയിലായിരുന്നു. അവിടെ പ്രാക്ടീസ് ഒരു 1 ഇയർ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം വഴി 3 ഇയർ സ്കോളർഷിപ്പിന് ഞാൻ രവിശാസ്ത്രി സാറിന്റെ കോച്ചിങ് ബിയോണ്ട് ചെന്നൈയിലായിരുന്നു. കെസിയ ജനിച്ചത് UAE-യിലാണ്. അപ്പ അമ്മ രണ്ടുപേരും UAE തന്നെ ജേർണലിസ്റ്റുകളായിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് പഠനം. ഈ UAE-യിൽ ജനിച്ചത് കൊണ്ട് പെട്ടെന്ന് UAE ടീമിലേക്കുള്ള ഒരു എൻട്രി കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടോ? അത് ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയി മാറി. ഞാൻ ഇവിടെ ജനിച്ചത്, സാധാരണ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് പീരീഡ് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയേഴ്സ് കൂളിംഗ് പീരീഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ജനിച്ചത് കൊണ്ട് എനിക്ക് ആ ഒരു കൂളിംഗ് പീരീഡിന്റെ ആവശ്യം വന്നില്ല. സോ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ടീമിലേക്ക് എനിക്കൊരു എൻട്രി കിട്ടിയത്. ഓൾറൗണ്ടർ ആണ്. ഞാന് മെയിൻലി ബാറ്റർ ആണ്. ബോൾ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ്. ക്രിക്കറ്റിനെ കുറിച്ചാണ് കെസിയ സംസാരിക്കുന്നതെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലവുമായി കെസിയയ്ക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്. നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള സബിൻ ഇക്ബാലിന്റെ മകൾ. അപ്പോ പപ്പ മമ്മ, ഇതിൽ മമ്മ കിടപ്പിലാണെങ്കിൽ പോലും മമ്മയായിരുന്നു ഏറ്റവും വലിയൊരു എനർജി. എല്ലാരും എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരാളാണ് സപ്പോർട്ട് എന്നാണ്. പപ്പയും എന്റെ ബ്രദറും എപ്പോഴും എന്റെ സപ്പോർട്ടാണെങ്കിലും അധികം ആരെയും എന്റെ ഒരു ഗെയിം പോലും മമ്മ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. ഞാൻ പ്രാക്ടീസിന് മമ്മ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മമ്മയായിരുന്നു ആരും കാണാത്ത എന്റെ സപ്പോർട്ട്. ഞാൻ ഒരു മാച്ച് കഴിഞ്ഞ് തിരിച്ചൊന്ന് ഡൗൺ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എന്റെ ഒരു സക്സസ് ഏറ്റവും കൂടുതൽ ആദ്യം ആഘോഷിക്കുന്ന മമ്മയായിരിക്കും. മമ്മ കിടപ്പിലാണെങ്കിലും മമ്മയെ നോക്കാൻ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. എന്റെ ബ്രദർ ഷോൺ ഇഫ്രാൻ സബിൻ, അവൻ ശരിക്കും പറഞ്ഞാൽ ഷോൺ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നേനെ. കാരണം നീ പോയി കളിക്ക്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യ്, ഇവിടുത്തെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം മമ്മ. ആ ഒരു വാക്ക് ഷോൺ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയും വർഷം എനിക്ക് ഈ ക്രിക്കറ്റ് ഇതിൽ തന്നെ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഷോൺ ഇസ് ദി അൺസങ് ഹീറോ എന്നാണ് ഞാനും പപ്പയും മമ്മയും ഒക്കെ പറയുന്നത്. T20 ട്രൈ സീരീസ് ആണ് നിങ്ങൾ, നമീബിയ, സിംബാബ്വെ. UAE-യുടെ ഒരു സ്ട്രെങ്ത് എന്താണ് ഫീൽ ചെയ്യുന്നത്? UAE നല്ല ടീമാണ്. UAEക്ക് നല്ലൊരു ബോളിംഗ് സൈഡ് ഉണ്ട്. നല്ല ഫീൽഡേഴ്സ് ആണ് നമ്മള്, ആൻഡ് നല്ല ഹിറ്റേഴ്സ് ആണ്. അപ്പോൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ആസ് എ ടീം ടു വിൻ ദി സീരീസ്. കെസിയ മാത്രമല്ല, ടീമിൽ മറ്റു മലയാളികളുണ്ട്. അതെ, ഇപ്പൊ ഈ അടുത്ത് തന്നെ ഏഷ്യ കപ്പില് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന 3 സിസ്റ്റേഴ്സ് വയനാട്ടുകാർ. സോ അവരും ഉണ്ട്. സോ മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക്. UAE ടീം ആണെങ്കിൽ നോട്ട് ഫാർ അവേ ഫ്രം ഹോം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സങ്കടം സ്വാഭാവികമായിട്ടുണ്ടാകും. സ്വാഭാവികമായുണ്ട്. നമ്മൾ പറയും നത്തിങ് ലൈക്ക് പ്ലേയിങ് ഫോർ ഇന്ത്യ. പക്ഷേ എൻ്റെ പപ്പ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഇന്ത്യക്ക് വേണം കളിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എനിക്കും അഫ്കോഴ്സ് എനിക്കും എൻ്റെ ഫാമിലിക്ക് അതായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്, ടൈം ഒരു ഫാക്ടറാണ്. സോ അങ്ങനെ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ട് അത് തട്ടിക്കളയാൻ തോന്നിയില്ല. UAE എപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും കഴിവുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യും, അബ്സോർവ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് കെസിയും കൂടെ എത്തിയിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. അത് UAE ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സത്യം പറഞ്ഞ ഒരു മിനി ഇന്ത്യൻ ടീമാണ് നമ്മുടെ ടീം തന്നെ. ബട്ട് ദെൻ അവരൊക്കെ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കൺട്രി. ബിക്കോസ് ഇതൊരു നല്ലൊരു നേഷനാണ്. നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് കിട്ടുന്ന ഒരു കൺട്രിയാണ്. നാട്ടിലുള്ള ഒരു കോച്ചിങ്ങും ഇവിടെ വരുമ്പോൾ ഒരു കോച്ചിങ്ങും എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ ചെന്നൈയിലും ആയിരുന്നു. ചെന്നൈയിൽ എനിക്ക് കോച്ചിങ് ബിയോണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു ഹോം ആയിരുന്നു. എനിക്കൊരു 1 ഇയറോളം ഞാൻ അവിടെ ആയിരുന്നു. അവിടുത്തെ ട്രെയിനേഴ്സും കോച്ചസും എസ്പെഷ്യലി എൻ്റെ ബാറ്റിംഗ് കോച്ചൊക്കെ ഒത്തിരി ഞാൻ സാറായിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് അപ്പോൾ അവരെല്ലാം എല്ലാവരും കുറെ പണിയെടുത്തിട്ടുണ്ട്. എന്നിലും ഞാനും പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ
നല്ല ട്രെയിനിങ് ആയിരുന്നു. അവിടുന്ന് കമ്പയർ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, ഞാനൊരു 2 വീക്സോളം ആയിട്ടുള്ളൂ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിലോട്ട് വന്നിട്ട്. ഇവിടെയും നല്ല ട്രെയിനിങ് ആണ്, പിന്നെ എനിക്ക് നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ നാട്ടിലും ഇവിടെയും എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നെയാണ് കിട്ടിയത്. നോവലിസ്റ്റ് ആണ്. അപ്പൊ നോവലിസ്റ്റ് ആയിട്ടുള്ള സബിൻ ഇക്ബാലിന്റെ ഉള്ളിൽ ഒരു ക്രിക്കറ്റർ കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ പപ്പയാണ് എൻ്റെ കോച്ച്. അതിപ്പോ എൻ്റെ ടെക്നിക്കൽ കോച്ചസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് എനിക്ക് വേറെ കോച്ചസ് ഉണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഞാനും പപ്പയും മോസ്റ്റ്ലി നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യും. ഈ കളിയൊക്കെയായിട്ട് ട്രിവാൻഡ്രം, ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഡ്രൈവ് ചെയ്താണ് പോവാറ് യൂഷ്വലി. അപ്പോൾ അത്രയും ഒരു 12-13 hours ലോങ് ജേർണിയിലും നമ്മൾ കൂടുതലും ക്രിക്കറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെസിയ മമ്മ 19 വർഷമായിട്ട് കിടക്കുന്നു. അപ്പോൾ മമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അതിന്റെ കൂടെ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു പാഷൻ കൊണ്ടുപോവുകയും ചെയ്യണം. അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ശരിക്കും? വളരെയധികം. കാരണം പലപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തിരി മെന്റലി ഡൗൺ ആയി ഒത്തിരി ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ഒത്തിരി. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഒരു പോയിന്റിൽ വരെ എനിക്ക് ഇടയ്ക്ക് ടീമിലില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ടീമിൽ പോയി വരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പോയിന്റിനപ്പുറം കാരണം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു വീട്ടിലെ അനിയനും എല്ലാവരും, അമ്മയും പപ്പയൊക്കെ ഒത്തിരി സാക്രിഫൈസ് ചെയ്ത് എൻ്റെ ഒരു ഫാമിലി മുഴുവൻ എനിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്തു. ഒരു പോയിന്റിൽ ഞാൻ പപ്പയെടുത്ത് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ക്രിക്കറ്റ് എനിക്ക് പറ്റുമെന്ന്. ഇത്രയും നാൾ നോക്കി, പക്ഷേ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഞാൻ വാക്കെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ ഒരു പോയിന്റിലൊക്കെ എത്തി. പക്ഷെ അപ്പോഴും അവിടുന്ന് പപ്പ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു പിടിച്ചു. ക്രിക്കറ്റ് നിന്ന് പോകും അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നിയ ഒരു സ്ഥലം, അവിടെ നിന്നാണ് ഒരു റീസ്റ്റാർട്ട് കിട്ടുന്നത് അല്ലേ? എനിക്ക് ഫസ്റ്റ് എനിക്ക് ഏറ്റവും എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ഒരു എക്സാമ്പിൾ മമ്മയായിട്ട്. അതായത് മമ്മയ്ക്കെന്ന് വെച്ചാൽ മമ്മ അത്രയ്ക്ക് കത്തി നിന്നതായിരുന്നു UAE-ലായാലും ആസ് എ ജേർണലിസ്റ്റും എല്ലാം. അവിടെ നിന്ന് മമ്മക്ക് മൊത്തമായിട്ട് സ്ട്രോക്ക് വരെയും എല്ലാം ഇപ്പോൾ 19 years ആയിട്ട് മമ്മയ്ക്കൊന്നും ഒരു ഹോപ്പായിട്ട് മമ്മയ്ക്കില്ലായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷെ അതിൽ നിന്നും മമ്മ തിരിച്ച് ഫൈറ്റ് ചെയ്യണം. അപ്പം എൻ്റെ മുന്നിൽ ആ എക്സാമ്പിൾ ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ വിടാതെ തിരിച്ചു പിടിച്ചു. കെപ്റ്റ് ഓൺ പ്ലേയിങ്, കെപ്റ്റ് ഓൺ പ്രാക്ടീസിങ്. പപ്പ പറയാറ് നമ്മൾ ഇടുന്ന എഫേർട്ടിന് എന്തെങ്കിലും നമുക്ക് കിട്ടും. അതാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. പപ്പയുടെ അത് എടുത്തു പറയേണ്ടതാണ്. പപ്പയുടെ ഫ്രണ്ട്സ്, മമ്മയുടെ ഫ്രണ്ട്സും പപ്പയുടെ ഫ്രണ്ട്സും അവർ ആക്ച്വലി ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആണ്. പക്ഷേ എന്നും എനിക്കും ഷോണും അവർ ഫാമിലിയാണ്. ഒത്തിരി ഘട്ടങ്ങളിൽ നമ്മൾ താന്നു പോയപ്പോൾ ഈവൻ സപ്പോർട്ട്, മെറ്റീരിയൽ സപ്പോർട്ടായാലും ഫൈനാൻഷ്യൽ സപ്പോർട്ടായാലും ഒത്തിരി താങ്ങി നിർത്തിയിട്ടുള്ള എൻ്റെ കുറേ അങ്കിൾമാരുണ്ട്, ആൻറ്റിമാരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടാണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് അവരുടെയൊക്കെ അൺവേവറിങ് സപ്പോർട്ടാണ്. നമീബിയയിൽ പുതിയ ചരിത്രം എഴുതാൻ കെസിയയ്ക്ക് കഴിയട്ടെ. എല്ലാവിധ